നമസ്കാരം. അങ്ങനെ നമ്മുടെ കൊച്ചു കേരളത്തിൽ വെളിച്ചെണ്ണയുടെ വില കുതിച്ചുയരുകയാണ്. കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ വെളിച്ചെണ്ണയ്ക്ക് കൂടിയത് 35 രൂപ. ഇതോടെ പൊതുവിപണിയിൽ ലിറ്ററിന് 280 രൂപ വരെയാണ് വില കൂടിയത്. തമിഴ്നാട്ടിൽ നിന്ന് കൊപ്ര ലഭിക്കാത്തതാണ് വെളിച്ചെണ്ണയ്ക്ക് വില ഉയരാൻ കാരണമെന്ന് പറയുന്നു. കഴിഞ്ഞ ഓണത്തിന് സംസ്ഥാനത്ത് വെളിച്ചെണ്ണ വില കിലോയ്ക്ക് 170-180 രൂപ നിരക്കിലായിരുന്നു. അതാണ് ഇപ്പോൾ 300 രൂപയ്ക്ക് അടുത്തേക്ക് ഉയർന്നിരിക്കുന്നത്. 6 മാസം മുമ്പ് കിലോയ്ക്ക് 90 രൂപയുണ്ടായിരുന്ന കൊപ്രയ്ക്ക് വില ഇപ്പോൾ 180 രൂപയിലെത്തി. 2017 200 രൂപ എത്തിയതാണ് കൊപ്രയുടെ റെക്കോർഡ് വില. നിലവിൽ പച്ചത്തേങ്ങയുടെ വില 61 രൂപ വരെ എത്തിയിട്ടുണ്ട്. വിഷു അടുക്കുമ്പോൾ തേങ്ങ വില ഇനിയും വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് കച്ചവടക്കാരുടെ അഭിപ്രായം. കഴിഞ്ഞ 6 മാസത്തെ കണക്കുകൾ നോക്കുമ്പോൾ കേരളത്തിൽ വെളിച്ചെണ്ണ വില ഇരട്ടിയായപ്പോൾ തേങ്ങാ വിലയിലും സമാനമാണ് കാര്യങ്ങൾ. രാജ്യത്ത് തേങ്ങ ഉൽപ്പാദനത്തിൽ മുന്നിലുള്ളത് തമിഴ്നാടും കർണാടകയുമാണ്. കേരളത്തിൽ തെങ്ങുകളുടെ എണ്ണം ഓരോ വർഷം കഴിയുന്തോറും കുറഞ്ഞു വരികയുമാണ്. തിരുവമ്പാടി, വടകര, പേരാമ്പ്ര, കണ്ണൂർ ഭാഗങ്ങളിലാണ് കേരളത്തിൽ കൃഷി കൂടുതലുള്ളത്. ഇവിടങ്ങളിൽ നിന്നുള്ള തേങ്ങ തമിഴ്നാട്ടിൽ നിന്നുള്ള വ്യാപാരികൾ ശേഖരിച്ച് അങ്ങോട്ട് കൊണ്ടുപോവുകയാണ്. തമിഴ്നാട്ടിൽ കൊപ്രയാക്കുന്നത് ഉൾപ്പെടെയുള്ള ജോലികൾക്ക് കൂലി തീരെ കുറവുമാണ്. മാത്രമല്ല കൂടുതൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും ഇവർ തേങ്ങയിൽ നിന്ന് നിർമ്മിക്കുന്നുമുണ്ട്. ഇതും കേരള തേങ്ങ അതിർത്തി കടക്കാൻ കാരണമാകുന്നുമുണ്ട്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ തേങ്ങ ഉൽപ്പാദനത്തിൽ 50% ഇടിവാണ് ഉണ്ടായിരിക്കുന്നത്. കാറ്റുവീഴ്ച, മണ്ടരി തുടങ്ങിയ രോഗങ്ങൾ ബാധിച്ചാണ് ഇതിന് കാരണമെന്നും പറയുന്നു. 2017-18 കാലഘട്ടത്തിലാണ് ഇതിനു മുമ്പ് ഉൽപ്പാദനം വലിയ തോതിൽ ഇടിഞ്ഞതും.